സിംഹാസനമൊഴിഞ്ഞ രാജകുമാരൻ. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന കൊട്ടാരസദൃശമായ ആ ബംഗ്ലാവ് വർമ്മ മാൻഷൻ. അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ആഡംബരത്തിന്റെയും ലോകമാണത്. ഇന്ന് ആ മാൻഷൻ ദീപാലങ്കാരങ്ങളാൽ തിളങ്ങുകയാണ്. കാരണം ഇന്ത്യയിലെയും വിദേശത്തെയും വൻകിട ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായ ദേവരാജ പ്രതാപവർമ്മയുടെ വിവാഹമാണ് ഇന്ന്. ദേവൻ, സൗന്ദര്യത്തിന്റെ ഗ്രീക്ക് ദൈവം. ദേവന്റെ രൂപം ഏതൊരു പെൺകുട്ടിയെയും ആകർഷിക്കുന്നതാണ്. ആഴമേറിയ നീലക്കണ്ണുകൾ, ഉയരത്തിനൊത്ത വശ്യമായ ശരീരം, ഇരുണ്ട നീളൻ മുടിയും വെളുത്ത നിറവും. ഒരു നോക്ക് കണ്ടാൽ ഏതൊരാളും പ്രണയിച്ചുപോകുന്ന അത്രയും സുന്ദരൻ. പക്ഷേ പുറമേ കാണുന്ന ഈ ആഡംബരത്തോടോ വർമ്മ മാൻഷനിലെ ഈ രാജകീയ ജീവിതത്തോടോ ദേവനൊട്ടും താൽപ്പര്യമില്ലായിരുന്നു. അമ്മയ്ക്കു വേണ്ടി മാത്രം വിവാഹം എന്ന ചിന്ത പോലും മനസ്സിലില്ലാതിരുന്ന ദേവൻ ഇന്ന് മണവാളനായി ഒരുങ്ങി നിൽക്കുന്നത് തന്റെ അമ്മ അവന്തിക പ്രതാപവർമ്മയ്ക്കു വേണ്ടിയാണ്. അമ്മയുടെ വാക്കുകൾ ദേവന് എന്നും കൽപ്പനകളായിരുന്നു. രാവിലെ മുതൽ VIP അതിഥികളാൽ നിറഞ്ഞുകവിഞ്ഞ വർമ്മ മാൻഷൻ. പക്ഷേ ആ ജനക്കൂട്ടത്തിനിടയിലും ദേവൻ തന്റെ സ്വപ്നങ്ങളില്ലാത്ത ലോകത്ത് തനിച്ചായിരുന്നു. അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ആഡംബരക്കോട്ടയ്ക്കുള്ളിൽ അവിടേക്ക് തന്റെ മനസ്സിനിഷ്ടപ്പെടാത്ത ഏതോ ഒരു ബന്ധത്തിലേക്ക് അവൻ ചുവടുവെക്കുകയാണ്. നയനയുടെ അവസ്ഥ കണ്ട അഞ്ജലി ഉറച്ചൊരു തീരുമാനമെടുത്തു. നയന, നീ വേഗം ഈ വസ്ത്രം മാറി എനിക്ക് തരൂ. ഞാൻ നിനക്ക് പകരം മണ്ഡപത്തിലിരിക്കാം. നീ വേഗം കാർത്തികേയന്റെ കൂടെ രക്ഷപ്പെട്ടോ. നയന മടിച്ചെങ്കിലും അഞ്ജലിയുടെ നിർബന്ധത്തിന് വഴങ്ങി. അഞ്ജലി മണവാട്ടിയായി വേഷം മാറി. അപ്പോഴേക്കും ദേവരാജയുടെ അമ്മ അവന്തിക പ്രതാപ് വർമ്മ അവിടേക്കെത്തി. മുഖം മറച്ചു വേണം മണ്ഡപത്തിലേക്ക് പോകാൻ എന്ന ആചാരം അഞ്ജലിക്ക് തുണയായി. മണ്ഡപത്തിൽ ദേവരാജയുടെ അരികിലിരിക്കുമ്പോൾ അഞ്ജലി ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ താലി കെട്ടുകഴിഞ്ഞു. ചുറ്റും കൂടി നിന്നവർ ആർപ്പുവിളിച്ചു, ഇനി മണവാട്ടിയുടെ മുഖം കാണിക്കൂ. ദേവരാജ സാവധാനം അവളുടെ മുഖപടം മാറ്റി. നയനയ്ക്കു പകരം അഞ്ജലിയെ കണ്ട ദേവരാജയും അമ്മ അവന്തികയും ഞെട്ടിത്തെറിച്ചുപോയി. കൊട്ടാരമാകെ നിശബ്ദമായി. കണ്ടതും ദേവരാജയുടെ നീലക്കണ്ണുകളിൽ ദേഷ്യം ജ്വലിച്ചു. നീ ആരാണ്? എവിടെ നയന? അവൻ ഗർജിച്ചു. അഞ്ജലി വിറയലോടെ പറഞ്ഞു, നയനയ്ക്ക് ഈ വിവാഹത്തിന് താൽപ്പര്യമില്ലായിരുന്നു. അവൾ പ്രണയിക്കുന്നവന്റെ കൂടെ പോയി. ഇതുകേട്ട അവന്തിക തളർന്നുപോയി. വർമ്മ കുടുംബത്തിന്റെ അഭിമാനം മണ്ണിലായെന്ന് അവർ കരുതി. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദേവരാജ അഞ്ജലിയുടെ കൈ പിടിച്ചുയർത്തി. അവൾ പോയെങ്കിൽ പോകട്ടെ. എന്റെ കഴുത്തിൽ വീണ താലി ഈ പെണ്ണിന്റേതാണ്. ഇനി ഇവളായിരിക്കും ഈ മനുഷ്യനിലെ രാജകുമാരി. അഞ്ജലി ഞെട്ടിപ്പോയി. തന്നെ വെറുക്കുമെന്ന് കരുതിയ ദേവരാജ എന്തിനാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്? ഇത് സ്നേഹം കൊണ്ടാണോ അതോ മറ്റൊരു പ്രതികാരത്തിന്റെ തുടക്കമാണോ? സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ